ഹേ ഗായ്സ്, ഞാൻ പിന്നെ വന്നു. വ്യാഴാഴ്ച 3 കിഡിലും ഗോൾഡ് പൗച്ച് CFൻ്റെ പാക്ക് കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ കൊണാമി നമുക്കൊരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോയിലേക്ക് പോകല്ലേ? ഈ പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോൾ ചേഞ്ചേഴ്സ് എന്നുള്ള ഒരു തീമിലാണ് ഈ ഒരു പാക്ക് വന്നിട്ടുണ്ട്. അതായത് നാച്ചുറൽ പൊസിഷനിൽ തൊട്ട് വേറൊരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ കാർഡ്സാണ് ഈ ഒരു പാക്കിൽ വരുന്നത്. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അയുമോ സെക്കോ ഒരു ആങ്കർമാനാണ്. അത്യാവശ്യം പാസിംഗ് സ്കില്ലും ഡിഫെൻഡീവ് ആട്രിബ്യൂട്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, പക്ഷേ ഏരിയലി അത്ര ഡോമിനൻ്റ് അല്ല. പക്ഷേ നമുക്ക് ട്രൈ നോക്കാവുന്നതാണ്. അടുത്തത് ഈത്തൻ എംബാപ്പെ. ആക്ച്വലി ഒരു ഹോൾ പ്ലെയർ കാർഡാണ്, പക്ഷേ ഈ ഒരു കാർഡിൻ്റെ കറക്റ്റ് പൊസിഷൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു വലിയ മുൻവിധിയിലില്ലാണ്ട് തന്നെ കളിപ്പിച്ചത്. അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്തായിട്ട് ഡ്രിബിൾ ചെയ്യാനോ പാസ് ചെയ്യാനൊക്കെ ഈ ഒരു കാർഡിന് കഴിയുന്നുണ്ട്. പിന്നെ ഹോൾ പ്ലെയർ ആയിട്ട് അറ്റാക്കിങ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 4 സ്റ്റാർ ആയിട്ട് ട്രൈ നോക്കാൻ പറ്റിയൊരു കാർഡാണ്. അടുത്തത് കൂപ്പ് മീനസ്. ആക്ച്വലി ഇതൊരു മിഡ്ഫീൽഡറാണ്, പക്ഷേ ബിൽഡപ്പ് ആയിട്ടാണ് ഈ ഒരു പ്ലെയറിൻ്റെ കാർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ സെൻറ്റർ ബാക്ക് എന്ന രീതിയിൽ അത്യാവശ്യം ഹൈറ്റ് പറഞ്ഞ ഫിസിക്കൽ കോണ്ടാക്ട് അത്ര ഇല്ലാത്തൊരു പ്ലെയറാണ്. അത്യാവശ്യം ക്വിക്കായിട്ടാണ് കളിക്കുന്നത്. 80+ സ്പീഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളിപ്പിക്കാൻ പറ്റും. ലെഗിലൊക്കെ കുറവാണ്, അതുകൊണ്ട് ടാക്ലിംഗ് കുറച്ച് പാടായിരിക്കും. അടുത്തത് പാട്രിക് ഡോർഗു. ആക്ച്വലി ഇതൊരു ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു, പക്ഷേ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് ഹോൾ പ്ലെയർ ആയിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിങ്ങിൽ ഓടിത്തരാൻ പറ്റുന്ന ഒരു ഹോൾ പ്ലെയർ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സെൻറ്ററിൽ അത്ര യൂസ്ഫുൾ ആവില്ല, കാരണം സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ക്വിക്കാണ്, അത്യാവശ്യം എന്താ പറയുക ഡ്രിബിൾ ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ലിങ്കപ്പ് ചെയ്ത് കളിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഡോർഗുവിൻ്റെ. അടുത്തത് ഫ്രാൻസിസ്കോ ട്രിൻകാവോ. ആക്ച്വലി ഇതൊരു വിങ്ങറാണ്, പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ട് ഈ ഒരു കാർഡ് വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് പാസിങ്ങിനുള്ള സ്കിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. വീക്ക് ഫുട്ടൊക്കെ അത്യാവശ്യം ബെറ്ററാണ്. ലെഫ്റ്റ് ഫുട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 വിങ്ങിലും ഒരേപോലെ യൂസ് ചെയ്യാനും പറ്റും, വേണമെങ്കിൽ സെൻട്രൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ അറാഹോൻ്റെ ഈ ഒരു സെൻട്രൽ ഫോർവേഡ് കാർഡ്. ആക്ച്വലി ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ സാഡ്ലി ഇതിന് അത്രത്തോളം അറ്റാക്കിങ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാർഡിന് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. CB ആയിട്ടും കളിപ്പിച്ച് നോക്കിയാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. പിന്നെ ഹെഡറിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നല്ലാതെ വലിയ രീതിക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള രീതിക്ക് ഈ ഒരു കാർഡ് കളിപ്പിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരു ബാഴ്സലോണ സ്ക്വാഡൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാം, അത്രേ പറയാനുള്ളൂ. അടുത്തത് നമ്മുടെ റാഫേൽ ലിയാവിൻ്റെ ഈ ഒരു ഡീപ് ലൈൻ ഫോർവേഡ് കാർഡ്. ആക്ച്വലി ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഈ പ്ലെയറിന് കൊടുത്തതിന് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, പക്ഷേ ആക്ച്വലി എന്നെ സർപ്രൈസ് ചെയ്യിച്ചൊരു കാർഡും കൂടിയാണിത്. കാരണം ഒരു ഡീപ് ലൈൻ ഫോർവേഡ് ആയിട്ട് കൂടി ഒരു വിങ്ങറെ പോലെ കളിപ്പിക്കാനും അതുപോലെ സ്മൂത്തായിട്ട് ഡ്രിബിൾ ചെയ്യാനൊക്കെ ഈ ഒരു കാർഡിന് സാധിക്കുന്നുണ്ട്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 85 കിക്കിംഗ് പവറൊന്നും അല്ല അവിടെ കാണുന്നത്, നല്ല അടിയാണ്. മാത്രമല്ല റൈസിങ് ഷോട്ടൊക്കെ ഇൻബിൽട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല പവറിൽ പോയി കയറുന്നുമുണ്ട്. പിന്നെ വിങ്ങിലും SSR ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിങ്ങിലാകുമ്പോൾ നട്ട് പ്ലേയിങ് സ്റ്റൈലായിരിക്കും, എന്നാലും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ ഇറ്റാലിയൻ ലീഗിൻ്റെ ടൂർണമെൻറ്റൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ് റാഫേൽ ലിയാവിൻ്റെ ഈ ഒരു കാർഡ്. എനിക്ക് പിന്നെ പെനാൾട്ടി ഗെയിമൊന്നും ഈ ഒരു കാർഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് യൂസ് ചെയ്യാനും പറ്റി. അവസാനമായിട്ട് ഈ ഒരു പാക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന സോബോസ്ലൈൻ്റെ ഒഫൻസീവ് ഫുൾ ബാക്ക് കാർഡ്. നല്ലൊരു ഹോൾ പ്ലെയറോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറൊക്കെ കൊടുക്കേണ്ടതിന് വേറെ ഈ പ്ലേസിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ആ ഒരു വിങ്ങിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫിസിക്കലിട്ട് ബോഡി ഇട്ട് പ്ലെയറിൻ്റെ അടുക്കുന്ന ബോൾ തിരിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ സർപ്രൈസിംഗ്ലി പ്രത്യേകിച്ച് ഡിഫൻസീവ് സ്കിൽസൊന്നും കൊടുത്തിട്ടില്ല. ക്രോസിംഗ് ഒക്കെ അത്ര പക്കയില്ല, കാരണം കേളും ഡിപ്പും ഒക്കെ ഒരു കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ലിങ്കപ്പ് ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ 1-2 പാസ് കൊടുത്തിട്ട് കയറാനും ഒക്കെ ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. മിഡ്ഫീൽഡിൽ ഒരു ഓക്കേഷ് കാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്ലേയിങ് സ്റ്റൈലിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെ. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പന്ന പാക്കായിട്ട് തോന്നുമെങ്കിലും ഇതുപോലെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള 2-3 ഹിഡൻ ജംസ് ഈ ഒരു പാക്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ മിക്കവാറും ഒരു സൊബോസ് ലൈനായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ട്. കാരണം
റാഫേലിയോൻ്റെ നല്ലൊരു ക്വാളിറ്റി ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ ഒരു ഹസാർഡിനെയും ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും. 4 സ്റ്റാർ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി ആരെയാണ് എടുത്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ മൺഡേ നമുക്ക് നല്ലൊരു കിഡിലൻ എപ്പിക് പാക്കും വരാൻ പോകുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിങ്ങളതിന് കറക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയുക ഗൈസ്, നമ്മുടെ കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.